എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ. ഉദ്ഘാടന വേളയിൽ தலைவர நீங்களா? வணக்கம் தலைவா. എങ്ങനെയാണ് ജീവിക്കുന്നത്? ഉദ്ഘാടനവും ഇനോഗ്രേഷനും ഉണ്ട്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു. നീ കൊറേ നേടുന്നുണ്ടല്ലേ. നിറം പകർന്നുകൊണ്ട് മാം ബ്യൂട്ടി കെയറിന്റെ ഏറ്റവും പുതിയ സ്ഥാപനം വരുന്നു. സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. CM മൊബൈൽസിന്റെ ഏറ്റവും പുതിയ ഷോറൂം. ഉദ്ഘാടന വേളയിൽ നിങ്ങളെ കാണാൻ ഞാനുമുണ്ടാകും. നിങ്ങളറിയാം നമ്മുടെ കൈസൺ ഫിറ്റ്നസ് ക്ലബിന്റെ ഉദ്ഘാടനം. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ടാകും. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു പിടിക്കുന്ന നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുളിക്കാൻ കടന്നു വരികയാണ്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ആരമായി കഴിഞ്ഞാൽ പിന്നെ സിനിമാ ഷൂട്ടിങ്ങിന് 2ാം സ്ഥാനമേ ഉള്ളൂ. കല്യാണം, സ്വീകരണം, ഉദ്ഘാടനം. എന്റെ മുടിപ്പര അമ്മജി രണ്ടരി ജമ്മം. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. തിരി കത്തിച്ചിട്ടല്ല ഉദ്ഘാടനം. പിന്നെ ദാ സാധനം കണ്ടോ, അതിങ്ങനെ മാറോട് വലിച്ചു പിടിച്ച് ഉദ്ഘാടനം ചെയ്യാം. എന്താ എന്റെ ഉദ്ദേശം? എന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? കൂടുതൽ വിശാലതയോടെ പയ്യന്നൂർ മോളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ടാകും. ഹണിയുടെ ഡ്രസ്സിങ്ങിനെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട്. ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്തൊരു പുതിയ ലുക്കിന്റെ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സാർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹണി ശരിക്കും ഇത് ഷണിയുടെ സ്വന്തം ഫിഗർ ആണോ? ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു. ഇത് എത്രയാന്ന് വെച്ചിട്ടാണ് എന്താ ചെയ്യാ? ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അതില്ലാതാക്കല്ലേ. ലൈക്ക് നമുക്കൊരു പലപ്പോഴും ഒരു ഓപ്ഷൻ ഇല്ല ഇതിനൊന്നും. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അപ്പം അതിനെ. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.